ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ടും വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇതുണ്ടല്ലോ ഇവിടെ ഒരു നല്ല ബ്രേക്ക് ഔട്ട് നടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടായേക്കാം. പക്ഷേ റിസ്ക്കുകളുണ്ട്. കാരണം ഇത് ട്രയാങ്കിളാണ് ഫോം ചെയ്ത്, രണ്ട് സൈഡിലേക്കും പോകും. ഓക്കെ, ഫേക്ക് ബ്രേക്ക് ഔട്ട്, രണ്ട് സൈഡിലേക്ക് മാർക്കറ്റ് ഒരുപോലെ ഫേക്ക് ബ്രേക്ക് ഔട്ട് ഇടാൻ ചാൻസസ് ഉള്ള ലെവലാണ്. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിപ്പോൾ നിൽക്കാൻ നോക്കാം. എന്തായാലും ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ആവട്ടെ അല്ലേ, റേഞ്ച് ഒന്ന് ബ്രേക്ക് ആവട്ടെ. സോ യെസ്, പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്തു. നമുക്ക് നോക്കാം, ഒരു ക്ലിയർ റീടെസ്റ്റ് വരട്ടെ അല്ലേ. എന്തായാലും BTC ചാൻസസ് കാണിക്കുന്നുണ്ട്. നല്ല ബൈയിങ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടല്ലോ, നല്ല ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ വേണേൽ പറയാം. സോ ഒരു പ്രോപ്പർ റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഒരു ക്ലീൻ റീടെസ്റ്റ് വരണം. എങ്ങനെ ഒരു 10-15 മിനിറ്റ് കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് നമുക്ക് പറ്റിയ രീതിയിൽ ഒരു ട്രേഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. പിന്നെ ഓവറോൾ ഈ ഒരു റേഞ്ച് നോക്കുക, കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ഒരു സപ്പോർട്ടിലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലാണ്. ആ ലെവലിൽ കിടന്നിട്ടാണ് മാർക്കറ്റ് ഇങ്ങനെ റെസിസ്റ്റ് ചെയ്ത് കളിക്കുന്നത്. ഓക്കെ, പക്ഷേ ഓരോ പ്രാവശ്യം മാർക്കറ്റ് വരുമ്പോഴും ബൈയിങ് സ്ട്രെങ്ത്ത് കൂടി വരുന്നുണ്ട്. ഓക്കെ, സെല്ലിങ് കുറഞ്ഞ് ബൈയിങ് സ്ട്രെങ്ത്ത് കൂടി വരുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റീടെസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി കയറും. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പില്ല, ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി കയറും. എഗെയിൻ ഇവിടെ നിന്ന് നെക്സ്റ്റ് ഒരു പ്രോപ്പർ റിയാക്ഷൻ നമുക്ക് കാണാം മാർക്കറ്റിൽ. ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു പ്രോപ്പർ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, പതുക്കെ മാർക്കറ്റ് കയറുന്നുണ്ട്. സോ ഇത്തരത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, യെസ്, ഇവിടെ എൻട്രി വെക്കുക, ഇവിടെ എൻട്രി, സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത്ത് കാണിച്ചാൽ മതി. ഓക്കെ, സോ മാർക്കറ്റ് പതുക്കെ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കാം, നല്ലതാണ്. നല്ല ലൈക്ക് എന്താ പറയുക, ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു കറക്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് പോലെയൊക്കെയാണ് മാർക്കറ്റ് അവിടെ ഫോം ചെയ്യുന്നത്. നമുക്ക് നല്ലതാണ് അത്തരത്തിലുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, മാർക്കറ്റ് പയ്യെ പുഷ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇവിടം വരെയൊക്കെ പോവാം. മാർക്കറ്റ് പ്രോപ്പറായിട്ട് ആണ് പരിപാടികൾ എന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടം വരെയൊക്കെ പോകാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഒറ്റയടിക്കായിരിക്കില്ല, പതുക്കെ ആയിരിക്കും. നമുക്ക് മൂവ് ചെയ്താൽ മതിയില്ലേ. പിന്നെ ഈ ഒരു റേഞ്ചിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല റിജക്ഷൻ വരുന്ന റേഞ്ച്. അപ്പോൾ അവിടെ അത്രയും പവറിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാലേ മുകളിലേക്ക് പോവുള്ളൂ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അത്രയും സമയം എടുത്ത് മാർക്കറ്റ് കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. ബ്രേക്ക് ചെയ്യട്ടെ, ഒരു 2 മിനിറ്റും കൂടി വേണം ആ ഒരു കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. പതുക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് തരുന്നുണ്ടല്ലേ. വെരി ഗുഡ്. നോക്കാം ഇതെവിടം വരെ പോകുന്നുള്ളത് നോക്കാം നമുക്ക്. സോ മാർക്കറ്റ് അഗെയിൻ ബുള്ളിഷ് സൈഡിലേക്ക് പുഷ് ചെയ്ത് തുടങ്ങി. സോ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ. നമുക്ക് ഹോൾഡ് ചെയ്യാം, ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. മാർക്കറ്റ് കയറട്ടെ. അത് ബ്രേക്ക് ചെയ്യും കണ്ടിട്ട്. യെസ്, ബ്രേക്ക് ചെയ്യണം. ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് അല്ലേ മാർക്കറ്റിൽ, ബ്രേക്ക് ചെയ്യും, ഉറപ്പായിട്ടും ബ്രേക്ക് ചെയ്യും. പക്ഷെ കുറേ നേരം ഇങ്ങനെ ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. സോ റിജക്ഷൻ അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നല്ലേ. നമുക്ക് 1 മിനിറ്റിൽ എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇതൊരു നോർമൽ കറക്ഷനാണ്. ഇത് അടിച്ച് കയറി പോകും മുകളിലേക്ക്. കണ്ടോ, ഈ റേഞ്ചിൽ വന്നിട്ട് റീടെസ്റ്റ് ചെയ്തിട്ടാണ് കയറുന്നത് അല്ലേ. ക്ലീൻ റീടെസ്റ്റാണ്, അത് കയറി പോകും. ഈ BTCയിലൊക്കെ ഈ പുൾ ബാക്ക്സ് ഭയങ്കര നോർമലാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുൾ ബാക്കൊക്കെ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് പോവുക. പക്ഷെ നോർമലാണ്. നല്ല പുഷ് ചെയ്തിട്ടുണ്ടല്ലോ. ഓ, അടിപൊളി. മാർക്കറ്റ് ആ റേഞ്ചിന് ബ്രേക്ക് ചെയ്തു. ഇനി പയ്യെ അങ്ങ് കയറി പോയിക്കോളും.
ഓക്കെ, മാർക്കറ്റ് ആ ഒരു ഹൈയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് ലിക്വിഡിറ്റി അടിച്ചിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, കയറും. നോർമലി ഉണ്ടാകുന്ന കറക്റ്റീവ് മൂവ്മെൻറ്റുകളാണ്, ഇത് കാര്യമില്ല. 1:1 ആയിട്ടുണ്ട്. 1:2 ഇവിടെ കിട്ടും. 1:3 ഏകദേശം ഈ ഒരു പോയിൻ്റ് ആകുമ്പോൾ കിട്ടും. 1:3 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ട്രേഡ് ആയിരിക്കും. ഏറ്റവും കുറഞ്ഞത് $15 ഷുവർ ഷോട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ലൈവിൽ ഏതെങ്കിലും ഓക്കെ 78,000 സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തതല്ലേ. സോ ബ്രേക്ക് ചെയ്ത് ഏരിയ സപ്പോർട്ട് എടുക്കുമോ? തീർച്ചയായിട്ടും എടുക്കും. ഇത് സപ്പോർട്ട് എടുക്കാൻ ചാൻസസ് ഉണ്ട്. 1 മിനിറ്റിലൊക്കെ നോക്കിയേ, ഒരു OB പോലെയൊക്കെ ഉള്ളത് കണ്ടില്ലേ, സപ്പോർട്ട് എടുക്കുന്നതാണ്. അപ്പം ഇത് ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഒരു ഹെവി സെല്ലിങ്ങിൻ്റെ ഒന്നും ഇത് കാണിക്കുന്നില്ല. ഇതിപ്പോൾ ഇവിടെ നല്ല പ്രോപ്പർ എൻഗൾഫിംഗ് ആണെന്നുണ്ടെങ്കിൽ പുഷ് ചെയ്ത് പതുക്കെ മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഇതേപോലെ. പക്ഷേ ഇതിന് ശേഷം വരുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് നന്നായിട്ട് പുഷ് ചെയ്ത് നെക്സ്റ്റ് ഒരു ഇതേപോലെ വരില്ലേ, അത് കുറച്ച് ഡേഞ്ചറാണ്. ഫസ്റ്റത്തൊന്നും പ്രശ്നമില്ല. അതായത് ഫസ്റ്റ് വേവും പ്രശ്നമില്ല, സെക്കൻഡ് വേവും പ്രശ്നമില്ല. തേർഡ് വേവ് വന്നു കഴിഞ്ഞാലാണ് പ്രശ്നമായി തുടങ്ങുക. തേർഡ് വേവ് ആക്ച്വലി കുറച്ച് റിസ്ക്കിയാണ്. മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും എന്താണ് താഴേക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തേക്കാം. കാരണം മാർക്കറ്റ് എക്സോസ്റ്റഡ് ആകാൻ ചാൻസസ് ഉണ്ട്. ഓരോ വേവ് കഴിയുമ്പോഴും മാർക്കറ്റ് എക്സോസ്റ്റഡ് ആകും. മാർക്കറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അങ്ങനത്തെ റെസ്റ്റിംഗ് പീരീഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് നേരെ എഗെയിൻസ്റ്റ് പോയേക്കാം. ഓക്കെ, യെസ്, കയറും. വെയിറ്റ് ചെയ്യാം. എനിക്കൊന്ന് ഗോൾഡ് ചിലപ്പം താഴേക്ക് പുഷ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ഗോൾഡിൻ്റെ സെറ്റപ്പ് ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. പക്ഷേ ഗോൾഡ് ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ താഴേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്ഥലത്ത് വെച്ച് കിട്ടണം, നമ്മുടെ എൻട്രി പോയിന്റിൽ കിട്ടണം, ഇവിടെ കിട്ടണം. ഇതാ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഫില്ല് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റൊക്കെ നോക്കിയിട്ട് താഴോട്ടേക്ക് സ്കാൽപ്പ് ചെയ്യാം. പക്ഷേ റിസ്ക്കിയാണ്. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് താഴ്ത്തു വരുന്നത് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് അടിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. താഴേക്ക്, അതായത് താഴോട്ട് വരുന്നതിനേക്കാൾ പവറിലാണ് മുകളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, സോ BTC വയ്യ കയറുന്നുണ്ടല്ലേ. എപ്പോഴും ചെയ്യേണ്ട കാര്യത്തിലുള്ളത് ട്രേഡ് സെറ്റപ്പ് എപ്പോഴും സിമ്പിളായിരിക്കണം, ഈസി പരിപാടി ആയിരിക്കണം. കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കയറ്റി കുത്തി വരച്ച് നശിപ്പിക്കരുത്. മേക്ക് ഇറ്റ് സിമ്പിൾ. ഒരു ഡയറക്ഷൻ എവിടെ നിന്ന് ഒരു ഡയറക്ഷൻ എങ്ങനെ വരും, ഡയറക്ഷൻ എന്താണെന്നല്ല, എവിടെ നിന്ന് ആ ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ശരിക്കും നമ്മൾ നോക്കണ്ടേ. ഓക്കെ, സോ ഡയറക്ഷൻ എവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, മാർക്കറ്റ് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് തരും. ഈ ഒരു ലോകത്തൊരു 100,000 കണക്കിന് സ്ട്രാറ്റജികളുണ്ട്. അതിലെന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ തരും. അതിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഇൻഡിക്കേഷൻ എടുക്കുക, പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ്, എൻട്രി അങ്ങ് പ്ലേസ് ചെയ്യുക. അത്രയേ ഉള്ളൂ പരിപാടി. ഇതുണ്ടോ, ഇത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത സമയത്താണ് ഇതൊരു അൺഹെൽത്തി ക്യാൻഡിലാണ്. ഇവിടെയൊക്കെ നോക്കിയേ, ഈ ക്യാൻഡിലൊക്കെ വന്നപ്പോൾ ഒരു പ്രശ്നമില്ല, മാർക്കറ്റ് പതുക്കെയാണെങ്കിലും കയറി. ഇതൊരു അൺഹെൽത്തി ക്യാൻഡിലാണ്. ദെൻ അതിനുശേഷം വന്ന ക്യാൻഡിൽ നോക്കിയാൽ റെഡ് ക്യാൻഡിൽ, ഇതും ഒരു അൺഹെൽത്തി ക്യാൻഡിലാണ്. സോ അതുകൊണ്ട് ഇതൊരു അൺഹെൽത്തി ക്യാൻഡിൽ ആയതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഈസിയായിട്ട് ഓപ്പോസിറ്റ് അടിച്ചത്. ലൈക്ക് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് കളിച്ചൊരു കളിയാണ് ഈ കാണുന്നത്, ഈ ഒരു റെഡ് ക്യാൻഡിൽ. യെസ്, സോ പതുക്കെ കയറട്ടെ. മാർക്കറ്റ് ക്ലീനായിട്ട് നമ്മുടെ റേഞ്ചിലേക്ക് എത്തിയാൽ മതി. സോ സമയം എത്രയായി? 23. ഓ, 50 മിനിറ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, 50 മിനിറ്റ് ക്യാൻഡിലല്ലോ ഇത്, 30 മിനിറ്റ് ക്യാൻഡിലല്ലേ? യെസ്, 50 മിനിറ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. 50 മിനിറ്റ് ക്യാൻഡിൽ വിക്ക് റിജക്ഷൻ ആക്ച്വലി നമുക്ക് അത്രയ്ക്ക് ഗുണകരമല്ല. ബിറ്റ്കോയിൻ അങ്ങനെ വലിയ വിക്ക് റിജക്ഷൻ വരാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് എന്തായാലും 1 മിനിറ്റിൽ പോകാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ഹരം ഉണ്ടാവും കാണാൻ, മാർക്കറ്റ് മൂവ്മെൻറ്റ് കാണാൻ ഒരു ഹരം ഉണ്ടാവും. ഓക്കെ, കയറി പോട്ടെ മാർക്കറ്റ്, പയ്യെ കയറി പോട്ടെ. പുഷ് ചെയ്യുന്നുണ്ട്. ഈ ഹൈ ബ്രേക്ക് ചെയ്യട്ടെ അല്ലേ. നമുക്ക് 5 മിനിറ്റിൽ വെയിറ്റ് ചെയ്യാം. മുകളിൽ വർക്കൗട്ട് ചെയ്യാം. പരിപാടി ഈസിയായി.
ഓക്കെ, BTC എന്തായി? ഓ, BTC അടിച്ച് കയറിയല്ലോ, ടാർഗറ്റ് അടിച്ചല്ലോ BTC. നോക്കിയാൽ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഒരു ഭീകര മാനിപ്പുലേഷൻ നടത്തി കയറി, കൂളായിട്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് പോയിട്ടോ. എന്താ അറിയില്ല, പെട്ടെന്ന് സഡനായിട്ടൊരു മാർക്കറ്റ് മാനിപ്പുലേഷനാണ്. ഓക്കെ, സഡൻ മാർക്കറ്റ് മാനിപ്പുലേഷനാണ്. SL ഹിറ്റ്. ഓക്കെ, നീ ഇവിടെ ബ്രേക്ക് അല്ല, ഓക്കെ, കുറച്ച് പ്രോഫിറ്റ് സൈഡിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ബേസിൽ. ഫൈൻ, കുഴപ്പമില്ല. നമ്മളെന്താ പറയുക, ഇതാണ് നമ്മുടെ സേഫർ പൊസിഷൻ. ഇതിൻ്റെ മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് സൈഡിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല. ഭീകര പ്രോഫിറ്റാണല്ലോ സാർ. എൻ്റെ SL അടുപ്പിച്ചിട്ട് ടാർഗറ്റ് കൂളായിട്ട് അടിച്ചു. ചിലപ്പോൾ സെഷൻ ടൈം നോക്കണമെന്നില്ല, കീ ലെവൽസ് വരുമ്പോൾ മാത്രമാണ് ട്രേഡ് നോക്കുക. കീ ലെവൽസിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, കീ ലെവൽസിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉണ്ടാവുള്ളൂ. ലൈക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യാം. ബാക്കി സെഷൻ ലിക്വിഡിറ്റി, മറ്റേ ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ് എൻട്രി കൺഫർമേഷൻ തരുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ എൻട്രി കൺഫർമേഷൻ വരുന്ന സാധനങ്ങളാണ്. പക്ഷേ മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രൈസ് ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തോ, പരിപാടി ഈസിയായി ചുക്കായിട്ട് ട്രേഡ് ചെയ്യാം. പക്ഷേ എന്താ, ഇതിൽ എക്സ്പീരിയൻസ് ആവണം, അത്യാവശ്യം എക്സ്പീരിയൻസ് ആവണം, എന്നാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഇത്. ഓക്കെ, യെസ്. ന്യൂസ് വല്ലതും വന്നാണോ? ന്യൂസ് വരാനുള്ള ചാൻസ് ഒന്നുമില്ല. ക്ലീൻ മാനിപ്പുലേഷൻ അല്ലേ? നോക്കി, ക്ലീൻ മാനിപ്പുലേഷൻ. ലൈക്ക് ഈ ഒരു റേഞ്ച് നമുക്ക് ട്രേഡ് സെറ്റപ്പ് ആക്കിയിട്ട് മാറ്റിയാൽ കേട്ടോ. ഇവിടേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത ലെവലാണ്, ക്ലീൻ മാനിപ്പുലേഷൻ അല്ലേ? നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് കണ്ട മാനിപ്പുലേഷൻ വന്ന ലെവലാണ്. സോ അതിന് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. എവിടെയാണെന്നറിയോ? ഈ പോയിന്റിൽ മാർക്കറ്റ് വന്ന് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം, നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇതിപ്പോൾ എത്ര പോയി? 1:3 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് ആക്ച്വലി നമുക്ക് എത്ര വരെ തന്നു? 1:5 വരെ തന്നു. $34. ഏറ്റവും ബേസിക് ആയിട്ട് ഈ ഒരു ട്രേഡിൽ $34 നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇനിയിപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്ത പ്ലേസ് നോക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും പറ്റും. മാനിപ്പുലേറ്റ് ചെയ്ത ലെവൽസ് നന്നായിട്ട് വർക്ക് ചെയ്യും. അത് മാനിപ്പുലേറ്റ് ചെയ്ത് എവിടെ? കീ ലെവൽസിൽ വെച്ചിട്ടാണ് മാനിപ്പുലേറ്റ് ചെയ്തത് അല്ലേ? അപ്പോൾ കീ ലെവൽസിൽ വെച്ച് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് വർക്കാവും. അടിപൊളി മാനിപ്പുലേഷൻ. യെസ്.